അപ്പോൾ മോൻചോയിൽ നിന്ന് പെർമിറ്റൊക്കെ എടുത്ത് സാഗർമാതയ്ക്ക് കയറി ഇപ്പോൾ നാംചയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. അത് മാത്രമല്ല പോകുന്ന റൂട്ടൊരു വ്യത്യാസം കാണിച്ചു തരാം. കണ്ട ഇങ്ങനൊരു വ്യത്യസ്തമുള്ളൊരു വഴി. അപ്പുറത്ത് നദി ഒഴുകുന്നുണ്ട്. ഇങ്ങനെ നദീൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നദീൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മെല്ലനെ ഇറങ്ങി പോവാ. ഒരു രസമുള്ള വഴി കേട്ടോ. എനിക്കിഷ്ടമായിക്ക്. നിങ്ങൾക്കോ? മറ്റേ കല്ലിട്ട സ്റ്റെപ്പിനെക്കാട്ടിലും എത്രയോ അടിപൊളിയാണ് ഈ വഴി. എനിക്ക് നല്ല ഇഷ്ടമായിക്ക്. അപ്പോൾ ഇന്ന് നാംചയിൽ എത്തുമെന്ന് അറിയില്ല. എത്തട്ടെ, എത്തിയില്ലേ കുഴപ്പമില്ല. അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാഗർമാത നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് ഒരു അടിപൊളി നദി ഒഴുകുന്നുണ്ടേ ഈ റൂട്ടിൽ. ഇതിനൊന്നും പേരെന്നോട് ചോദിക്കരുത്, ഗൈഡില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ഡീറ്റെയിൽ പഠിക്കുമ്പം പറഞ്ഞുതരാം. എന്തായാലും തൽക്കാലം ഇപ്പം നദീൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഇങ്ങനെ കുത്തനുള്ള സ്റ്റെപ്സാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതാ നമ്മൾ പറഞ്ഞ അടിപൊളി കാഴ്ചകളുണ്ട്. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് കയറണം, അതാണ് ഈ ടാസ്ക്. പോയി നോക്കാം. മെല്ലെ ഇങ്ങനെ കയറി നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, EPC എന്നത് എത്ര സമയം കൊണ്ട് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെന്നുള്ളതല്ല, വലിയ വിഷയങ്ങളില്ലാതെ ഹെൽത്ത് ഇഷ്യൂ ഇല്ലാതെ പോകുന്ന വഴിയൊക്കെ എൻജോയ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി മെല്ലെ പോയി തിരിച്ചിറങ്ങുന്നതാണ് ശരിക്കുള്ള EPCയുടെ മൈൻഡ് സെറ്റ്. ഞാൻ മനസ്സിലാക്കിയതാ. ചെറിയ സമയം കൊണ്ട് ജസ്റ്റ് മുകളിൽ പോയി ആ കല്ലിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ട്രെയിലാണ് കേട്ടോ. ഇതന്നെ കയറ്റായിരുന്നു, വന്ന തന്നെ കയറ്റായിരുന്നു. സോ ഇനി ഈ കയറ്റം കയറി പോകണം. വൺ ടാസ്ക് ആയിരിക്കും. കയറി നോക്കാം. എങ്ങനെയൊക്കെയോ കയറി. യെസ്, ഇനി ഇങ്ങനത്തെ ട്രെയിൽസ് ഇനി ഇറങ്ങി പോവാം. കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റം വരും. അതന്നെയാണല്ലോ EPC. ഇതൊക്കെ കാട്ടിലൂടെ മെല്ലെ ഇങ്ങനെ പോലെ. മറ്റേ ഊട്ടി കൊടൈക്കനാലൊക്കെ പോയപ്പോഴല്ലേ. അവിടെ യൂട്ടേണൊക്കെ ഉണ്ട് കേട്ടോ. യൂട്ടേൺ എടുത്ത് പോകണം. നമ്മൾ നേരെ പോയി പോരുത് ഇങ്ങനെ. ഇതാ ഈ വലിയ കുത്തനുള്ള സ്റ്റെപ്പിൻ്റെ കയറ്റങ്ങ് കയറണം. റേസ് തുടങ്ങിക്ക്. ഞാൻ തുടങ്ങിയിട്ടില്ല. ചെക്കൻ ദാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മെല്ലെ ചലിക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മെല്ലെ കയറി എത്തുള്ളൂ. അമ്മച്ചിയേ. അപ്പോൾ പോയി നോക്കട്ടെ. ബോർഡ് കാണാം, സാഗർമാത നാഷണൽ പാർക്ക്. ഒരു മാപ്പൊക്കെ കാണാം EPCൻ്റെ. ഇവിടുന്ന് നാംചയിലേക്ക് 4 കിലോമീറ്റർ 2 മണിക്കൂർ നടത്തം. ഓക്കെ, പിന്നെ ഇവിടെ എഴുതി വെച്ചത് നല്ല പട്ടിക്കുട്ടന്മാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് അതിനെയും കൊണ്ട് വലിച്ച് കൊണ്ടുവരരുത്. ഓൾക്ക് വില്ലേജിൽ ബുദ്ധിമുട്ടുണ്ട് പോലും. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇനിയൊരു ബ്രിഡ്ജാണേ, ദാറ്റ് ഈസ് ഫൈൻ. ഇനി ഇങ്ങനൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെയും കയറ്റാം. അപ്പം നമ്മൾ ബ്രിഡ്ജ് കയറാനുള്ള പരിപാടിയിലാണ്. കൊള്ളാം.
ഇപ്പം ഈ ബ്രിഡ്ജ് ഒരു സമാധാനമാണേ. നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ. ഫോൺ പോയാലും നമ്മൾ പോയാലും വിഷയമാണ്. താഴെയാണ് കേട്ടോ ബഞ്ചി ജമ്പിങ് കണ്ടോ. അതാണ് ബഞ്ചി ജമ്പിങ്ങിൻ്റെ ഏരിയ. പക്ഷെ ഇപ്പം ക്ലോസ്ഡ് ആണ്. മൊത്തത്തിൽ കാണാൻ അടിപൊളിയല്ലേ, സൂപ്പർ, ഒരേ പൊളി. ഇവിടെ ഫ്ലാഗൊക്കെ ഉണ്ടേ. ഇവരെല്ലാ ബ്രിഡ്ജിൻ്റെ മേലും ഒരു ഫ്ലാഗ് കെട്ടി തൂക്കുന്നുണ്ട്. അത് നോക്ക്, ഫുള്ള് മല. ഏത് മൂടാ. ഇപ്പോൾ മോഞ്ചോയിൽ നിന്ന് നാംചെ എത്താനുള്ള അവസാനത്തെ 4 കിലോമീറ്റർ അതിങ്ങനത്തെ സ്റ്റെപ്പ് തന്നെ. സീരീസ് ഇങ്ങനെ കയറുക, ഇങ്ങനെ കയറുക, പിന്നെയും കയറുക. ഹോ, അപ്പം എങ്ങനെയാ കയറി 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 ഒന്നെങ്കിൽ വീഴും, അല്ലെങ്കിൽ കയറി കയറിയ മുകളിലെത്തും. അമ്മച്ചിയേ, ഓ കാഫ് മസിലൊക്കെ തേയും. അമ്പട എന്തോരം സ്റ്റെപ്പാ. കോവർക്കൈതൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണേ. നാംചെ ബസാർ പറഞ്ഞാൽ വലിയൊരു ടൗണാണ്, വലിയൊരു വില്ലേജാണ്. അവിടേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഈ കോവർക്കഴുതകളാണ്. ഒന്ന് ഇരിക്കട്ടെ. നോക്കാകെ ട്രാഫിക് ജാമാണ്. ഇവർ പോകുന്നുണ്ടല്ലേ, ഇവർക്കും ഞമ്മക്കും എല്ലാവർക്കും പോകാൻ ഈ ഒരു തട്ടിക്കൂട്ട് വഴി തന്നെ ഉള്ളൂ. എന്തോരം കോവർ കൈതകളാ, ഫുൾ ജാം, സ്റ്റക്കായി. അല്ല അതിപ്പോൾ എൻ്റെ കൈതുകളുമല്ലോ, വീണേം തീർന്ന്. കണ്ട 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 കൈതകളൊക്കെ ഇതാ ഇങ്ങനെ ഈ റൂട്ടിലൂടെ ഇങ്ങനെ വന്ന് പോവാണ്. നമ്മൾ പിന്നെ ഈ ചെറിയ ഷോർട്ട് കട്ട് പിടിക്കുകയാണ്. കണ്ട, ഇതിലപ്പോൾ വന്ന ഞാൻ ഈ ഷോർട്ട് കട്ടിലൂടെ. ഇതിലൊന്ന ലോങ്ങാണ്, പിന്നെ ഇവരെ കൂടെ ഇങ്ങനെ ജാമായി വരണം. ഞാനിക്ക് ഇതിലാണ് കയറേണ്ടത്. എൻ്റെ പൊന്നടാവേ, എന്നെ കാണാത്തോണ്ട് സംശയിക്കണ്ട, ഇതെല്ലാം ഞാൻ തന്നെയാണ് കയറുന്നത് ഈ ബാഗും വെച്ചിട്ട്. ഓക്കെ, ബ്രീത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഫുൾ വീഡിയോ എടുക്കാത്ത. നമ്മളിപ്പോൾ 3160 മീറ്റർ കഴിഞ്ഞു. അതായത് നാംചെ ബസാർ എത്തുന്നതിന് മുന്നേ ആയിട്ടൊരു ചെറിയൊരു സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞു. അതായത് ഇപ്പം നമ്മൾ 3000+ മീറ്ററിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ കയറ്റം കയറുന്നത് കുറച്ചും കൂടെ ടാസ്ക്കാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, ബ്രീത്തിങ് ഇഷ്യൂ വരും, തണുപ്പാണ്. പോരാത്തതിന് ട്രെയിൽസ് ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഇങ്ങനെയുള്ള കുത്തനുള്ള ട്രെയിൽസാണ്. സോ മെല്ലെ മെല്ലെ ഉറുമ്പ് പോകുന്ന പോലെ പോണ്ട, ഒച്ച് പോകുന്ന പോലെ അരിച്ചരിച്ച് പോകുന്നാവും നന്നാവുക, ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഒന്നൊന്നര മൽപ്പിടുത്തം, എന്താ പറയുക, അതെ മൽപ്പിടുത്തം ഉള്ളൊരു ട്രക്കിങ്ങിന് ശേഷം, സംഘട്ടനത്തിന് ശേഷം ഇതാ ഏറെക്കുറെ നാംചെ എത്തിക്കുകയാണ് കേട്ടോ. അവിടെ നാംചെ ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മളെ മറ്റേ നമുക്കൊരു കാർഡ് കിട്ടിയിരുന്നല്ലോ പെർമിറ്റ് സമയത്ത്, ആ കാർഡ് കാണിക്കണം. കാർഡ് കാണിച്ച് അങ്ങോട്ട് എൻ്റർ ചെയ്താൽ നാംചെ ആയി. ഓ, എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് മറ്റേ നടത്ത മത്സരത്തിന് പോയ സമയത്താണ് ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും. അന്നപൂർണ്ണ സർക്യൂട്ടിനൊന്നും ഇത്ര എഫേർട്ട് ഇട്ടിട്ടില്ല. വലിയ ബാഗാണെങ്കിൽ പോലും ട്രെയിൽസൊന്നും ഇത്ര ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല, അത് നോർമൽ ട്രെയിലായിരുന്നു. പക്ഷേ ദിസ് ഈസ് സംതിങ്. പ്രത്യേകിച്ച് ആ മോഞ്ചോന്ന് നാംചേക്കുള്ള ആ ഒരു കയറ്റം, കണ്ടിന്യൂസ് കയറ്റം, നിൽക്കാത്ത കയറ്റം, എവിടെയും ഒരു പ്ലെയിൻ ആയിട്ടുള്ള വഴിയൊന്നുമില്ല. ഫുള്ളിങ്ങനെ കയറി സ്റ്റെപ്പോട് സ്റ്റെപ്പ്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വിധം എങ്ങനെയൊക്കെയോ നാംചെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണങ്ങനെ
ഇങ്ങനൊരു ബോർഡ് കാണാം. ഒരു കുംജുങ് മൊണാസ്ട്രി ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മാപ്പ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഫക്ഡിങ് 2610 മീറ്റർ, മോൻചോ 2835 മീറ്റർ. ഇപ്പോൾ നമ്മൾ നാംചി എത്തി. 3440 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ, ഉയരത്തിൽ നമ്മളെത്തി. ഇനി നമുക്ക് ഈ നാംചിന്ന് മുകളിലേക്ക് കയറണം. പക്ഷേ നമുക്ക് പെട്ടെന്നൊക്കെ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുംജുങ് മൊണാസ്ട്രി പറഞ്ഞ മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ നാളെ എന്ത് ചെയ്യുക, നാളെ ഒരു ദിവസം EBCൻ്റെ ട്രാക്ക് വിട്ടിട്ട് ആ ഒരു കുംജുങ് മൊണാസ്ട്രിക്ക് കയറിയിട്ട് ജസ്റ്റ് കയറി ഇറങ്ങുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും കൂടെ ഈ ആൾട്ടിറ്റ്യൂഡായിട്ട് ഒന്ന് സെറ്റ് ആവാൻ പറ്റും. കുംജുങ് മൊണാസ്ട്രീൻ്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞാൽ 3790 മീറ്റർ. അപ്പം 3440 മീറ്ററിന് 3790 മീറ്ററിൽ ജസ്റ്റ് കയറി ഇറങ്ങുക നാളെ ഒന്ന്. അപ്പം നമുക്ക് ആ ഉയരമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ പറ്റും. കയറി ഇറങ്ങിയ ടീംസ് പറഞ്ഞെന്നാ കേട്ടോ. അപ്പോൾ അത് കുംജുങ് മൊണാസ്ട്രി. ഇപ്പോൾ നമ്മൾ നാംചെ ബസാർ എത്തുകയാണ്. ചെക്ക് പോയിൻ്റ് അവിടെ ഉണ്ട്. ചത്തു. ഇന്നത്തത് മറ്റേ കരിക്കോല ട്രെയിലിന് ശേഷം ഇന്നത്തെ ട്രെയിലായിരുന്നു കുറച്ച് ടഫ്. കാരണം കയറ്റല്ലേ, ആൾട്ടിറ്റ്യൂഡും കൂടുമല്ലേ, 3000+ കയറിയില്ലേ. എനിവേയ്സ് എത്താൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഓ, ഇതൊക്കെ ഇവിടെ വന്ന് നേരം കിട്ടേക്കുക. ഇവിടെ കിട്ട് അവിടെ കണ്ടില്ലേ, അതാണ് നാംചെ ചെക്ക് പോയിൻ്റ്. നമ്മളുടെ ആ കാർഡില്ലേ, അത് അവിടെ കാണിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഫൈനലി നാംചെ എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, വലിയൊരു വില്ലേജാണ്. ഇങ്ങനെ വലിയൊരു വില്ലേജ്. വാവ്, കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇതാണ് നാംചെ ബസാർ. അപ്പോൾ ABC ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നാണ് നമ്മൾ ആദ്യമായിട്ടൊരു റൂമിൽ തങ്ങാൻ പോകുന്നത്. അപ്പം വിചാരിക്കും ഞങ്ങൾ പൈസ എടുത്ത് റൂം എടുത്താന്ന്. പക്ഷേ അല്ല, ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജിപ്സി ബാബ എന്ന് പറഞ്ഞിട്ട്.